കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജ് ശ്രീമതി ആർ സുപ്രഭ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ MS അജിത്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ സ്മിത സതീഷ്. വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് വരെ ചെറിയ ചെറിയ സൗന്ദര്യപ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യോജിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്തി പിരിഞ്ഞിരിക്കുകയാണ്. പരാതിക്കാരനായിട്ട് വന്നിരിക്കുന്നത് കട്ടപ്പന പുളിയൻമലയിൽ നിന്നും രവികുമാറാണ്. രവികുമാറിന് ഭാര്യയും കുടുംബത്തെയും വീണ്ടും കിട്ടണമെന്നുള്ളതാണ് പരാതി. രവികുമാർ, എത്ര വരെ പഠിച്ചു? 9ാം ക്ലാസ് വരെ. 9 വരെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടിൽ അച്ഛനും അമ്മ, സഹോദരൻ. പിന്നെന്തായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിട്ട് എന്താ ചെയ്തത്? പിന്നെ ഡ്രൈവിങ്ങിനോട് താല്പര്യം വന്ന് ഡ്രൈവിംഗ് പഠിച്ചു. കല്യാണം എത്ര വയസ്സിലാണ് നടന്നത്? 23 വയസ്സ്. ഇപ്പം എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു? 13 വർഷത്തിൽ 1 വർഷം കണ്ട താമസിച്ചുള്ളൂ. ബാക്കി 12 വർഷം അവരുടെ വീട്ടിലാണ്. അവരുടെ വീട്ടിൽ അവർ പോകും. ഒരു കൊല്ലം ഒരുമിച്ച് താമസിച്ചുള്ളൂ. അത്രേ ഉള്ളൂ. ഈ താമസിച്ചത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ള വീട്ടിലാണോ? അല്ലല്ല, എനിക്ക് വേറെ വീടുണ്ട്. നിങ്ങൾ തന്നെ ജോലി ചെയ്ത് വെച്ച വീട്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയായിട്ട് അങ്ങോട്ടാണോ പോയത്? അതായത് 2009-10 ഞാൻ സ്വന്തമായിട്ട് വീട് വെക്കുന്നത്. അതായത് അച്ഛൻ എനിക്കൊരു 3 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി തന്നായിരുന്നു. അന്ന് കുറച്ച് പൈസ ലോണൊക്കെ എടുത്ത്, പിന്നെ സംഘത്തിൽ നിന്ന് ഒരു കുറച്ച് പൈസ ലോണൊക്കെ എടുത്താണ് പെര വെച്ചത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ കല്യാണം കഴിഞ്ഞുകൊണ്ടും താമസിച്ച വീട് ഒരു 6-7 മാസത്തോളം, 1 വർഷത്തോളം വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു 6 മാസം ഇവരുടെ ഭാര്യയുടെ ചേടത്തിയുടെ വീട്ടില് ചെറിയൊരു വീടുണ്ടായിരുന്നു, അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ട് ഇപ്പോൾ 24 hours ഭാര്യ ഇവരുടെ അമ്മയുടെ വീട്ടിലാണ്. അവരുടെ അമ്മ അടുത്താണ് താമസിക്കുന്നത്? ഒരു 1/2 കിലോമീറ്റർ. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർ അവിടെ പോയി? അതെ, ഇപ്പോഴും അത് തന്നെ. അങ്ങനെ വീട്ടിൽ വെച്ച് വിളമ്പത്തരൊക്കെ ചെയ്യുമോ? ഓ ഇല്ല. ഓ, അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ കാപ്പിയുടെയും ആഹാരം കാര്യങ്ങളൊക്കെ? അത് ഞാൻ ചിലപ്പം കടന്ന് കഴിക്കും. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഞാൻ കിട്ടാച്ചിയെ പോവുകയാണെങ്കിൽ അവർ എനിക്ക് ചാപ്പാട് കൊണ്ടുതരും. ശരിയൊക്കെ ചെയ്യും. അല്ല, അപ്പോൾ ഈ 11 വർഷവും നിങ്ങൾ അവർ ആഹാരം വെക്കുകയോ വിളമ്പോ അങ്ങനെയൊന്നും ചെയ്തു കൊണ്ട് തരും. അങ്ങനെ വലിയ തൃപ്തിയോടൊന്നും അല്ലായിരിക്കും തരുന്നത്. അതെന്താ കാരണം? നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ലേ? അതെ. ആലോചിച്ച് ഉറപ്പിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചേ? അവർക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ കെട്ട് കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടിയെന്നാണ് അവർ പറയുന്നത്. അതെനിക്കറിയാൻ പറ്റില്ല. അറിയാൻ വയ്യ. അല്ല, അവർക്ക് വേറെ സ്നേഹബന്ധം വല്ലതും ഉണ്ടായിരുന്നോ? അത് ഞാൻ 12 വർഷമായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം കേട്ടിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം? എന്റെ പ്രശ്നത്തിന് ഞാൻ കുടി തുടങ്ങിയായിരുന്നു. ശേഷമാണോ കുടി തുടങ്ങിയത്? അതായത് എൻ്റെ 2010 തൊട്ട് ശരീരം എന്ന് പറഞ്ഞാൽ ആഴ്ച 4 ദിവസമൊക്കെ മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് അവരെ ഉപദ്രവിക്കൂ? ചിലപ്പം പറയാം, ഇങ്ങോട്ട് ഫയർ ചെയ്താൽ ചിലപ്പോൾ ഉപദ്രവിക്കും. അപ്പൊ അതൊക്കെയാണോ അവർക്കൊരു നിരാശയും പ്രശ്നമൊക്കെ ആയത്? അങ്ങനെയാണ് ഈ കല്യാണം 2003 തൊട്ട് ഇത് പ്രശ്നമല്ലേ തുടങ്ങുന്നത്. അല്ല, അന്ന് കുടിക്കുമായിരുന്നോ നിങ്ങൾ? അന്നൊന്നും കുടിക്കത്തില്ല. ഇല്ല. അപ്പം സ്നേഹമായിട്ട് കഴിയണമല്ലോ. ഇവര് കുടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ തൊടുന്നതിന് പിടിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ കോടതി കേസ്, പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്ത് കേസ് കൊടുത്തേക്കുന്നു? എന്തോ പറഞ്ഞ ഗാർഹിക പീഡനം. ഉപദ്രവിക്കുന്നു, ഗാർഹിക പീഡനം, കൊല്ലാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി, കൊച്ചിനെ പീഡിപ്പിക്കുക, അതൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത്. നിങ്ങൾ മദ്യപിച്ച് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ആയിരിക്കും കൊടുത്തേക്കുന്നുള്ള. അല്ല, നിങ്ങൾ എന്നിട്ട് അതിനുവേണ്ടി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ശിക്ഷ അനുഭവിച്ച് ഞാൻ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് ഇറങ്ങിപ്പോരുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങളെ തല്ലുവോ അങ്ങനെ? അല്ല, അവിടെ എല്ലാം പറഞ്ഞ് എനിക്ക് അതുപോലെ എന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഹാൻഡോവറാവും. ഞാൻ ചെയ്തിട്ടില്ല, അത് കേസ് ഹാൻഡോവറാകേണ്ട കാര്യമില്ലോ. ചെയ്തിട്ടില്ല. ഇവിടെ എൻ്റെ സ്ക്രാച്ച് വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം മണ്ണയാറ് പിടിച്ചപ്പോഴത്തേന് തെന്നി വീണാണ് കമ്പ് ഇവിടെ കുത്തിയത്. അവർക്ക് ഈ കവിളല് പൊട്ടിയിരിക്കുന്നു പറഞ്ഞതല്ലേ? അത് ഈ കോടതി കേസ് വല്ല അവർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്.
ഏത് കോടതിയിലാ? നെടുങ്കണ്ടം കോടതി എടുത്ത് പറഞ്ഞ് സോൾവ് ചെയ്ത് തീർത്ത മജിസ്ട്രേറ്റ്. മധ്യസ്ഥം പറഞ്ഞതാ? എന്തും പറഞ്ഞായിരുന്നു? ഇത് ഈ പീഡനം പറഞ്ഞിട്ടാണോ? ആ പീഡനവും പിന്നെ മദ്യപാനം ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതേ ഉള്ളൂ. അത് രണ്ടും ഉണ്ട്. അപ്പോൾ അത് മധ്യസ്ഥം പറഞ്ഞ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തീർപ്പാക്കി. കോർട്ടിന് പുറത്ത് വെച്ച് ചർച്ച ചെയ്ത് തീർപ്പാക്കി. ആ അങ്ങനെയാണോ? കോർട്ടിൻ്റെ എല്ലാം അകത്ത് വെച്ച് തന്നെയായിരുന്നു. അവിടെ തന്നെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കേസ് പിൻവലിച്ചോ? ആ കേസ് അതുണ്ടോ? നിലവിലുണ്ടോ? ഇല്ല, പിൻവലിച്ചു. അപ്പോൾ അവർ നിങ്ങളുടെ ഉപദ്രവവും മദ്യപാനവും, മദ്യപിച്ച് നിങ്ങൾ വന്ന് ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഒരു കുറ്റമായിട്ട് അവർ പറയുന്നത്. മദ്യപിച്ച് ഉപദ്രവിക്കുകയെന്ന് വെച്ചാൽ ഇവരെ തള്ള പറയുക, നീ അവൻ്റെ കൂടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ കിടക്കുകയില്ല, നീ അവന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊടുക്കുകയില്ല. ഒരു പിണങ്ങി പോവുകയാണെങ്കിൽ അന്നേരം വിളിച്ചോണ്ട് തമിഴ്നാട്, മദ്രാസ്. ഞാൻ 17 വർഷമായി ഞാൻ വണ്ടി ഫീൽഡ് തുടങ്ങിയിട്ട്. അവർക്ക് അവിടെ ആരുണ്ട്? അവിടെ ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ഒരു ചേട്ടത്തി അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ നിസ്സാര പ്രശ്നം മതി, അന്നേരം കൊച്ചിനെ എടുക്കുക, വലിച്ചു വിടുക, കൊച്ചിനെ വലിച്ചോണ്ട് അങ്ങ് പോവുക. എന്തായിരുന്നു പ്രശ്നം? അത് ചുമ്മാ ചെറിയ സൗന്ദര്യപ്പണക്കം മതി, മാത്രം മതി. അന്നേരം എന്തിന്റെ പേരിലാന്ന് ഓർമ്മ? അത് എന്താണല്ലോ അതെ, നമ്മൾ ഒരു ബാത്റൂം വേണ്ട അല്ലെങ്കിൽ ഒരു തുണി അലക്കുന്നതിൻ്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ അന്നേരം അതേക്കുറിച്ച് അങ്ങ് പിടിച്ച് കയറുക. അതൊരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല. അവരെത്ര പേരാ? അവരുടെ അവർ 6 പേരാ. 6 പേര്. 6 പേരും 6 ആണിന്റെ പവറാ. 6 പെണ്ണുങ്ങളാണ് 6 പേരും. ഇല്ലല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവർ 6 പേര് ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതേ ചൊല്ലി ചോദിക്കാനോ ഒരു മുൻകൈ എടുക്കുന്നില്ല. നീ കോർട്ടിൽ കയറി നീ എന്ത് വേണം ചെയ്യടാ, അതുക്കും മേലെയാ കാണുന്നതെന്നാ പറഞ്ഞത്. എന്ത് വേണം ചെയ്ത് അവിടെ വെച്ച് കാണാം നമുക്ക്. അതിന് മേളിൽ എന്തായാലും നമുക്ക് നോക്കാം. അതുക്കും മേലെ എന്നാ പറയുക. ചേട്ടത്തിൻ്റെ മകൻ എന്നെ പേടിപ്പിച്ചേക്കുന്നേ. ഇപ്പൊ 2 കേസാണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ പറഞ്ഞിട്ടാ? ഒന്ന് നഷ്ടം കൊടുക്കണമെന്നും കൊച്ചിൻ്റെ TC ഞാൻ ഇത് 4-5 എടുത്താണ്ട് കൊച്ചിനെ ഈ 12 വർഷത്തിനിടയ്ക്ക് 5 എടുത്താന്ന് തോന്നുന്നു സ്കൂളിൽ മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാം പോയി, ഞാൻ എല്ലായിടത്തും പോയി അതേപോലെ ബന്ധമായിട്ട് പോയി വിളിച്ചോണ്ടും എല്ലാം കൂടെ വന്ന് ഇപ്പം അടുത്തോടെ എടുത്ത് കൊണ്ടാക്കി. ഇത്രയും ചേച്ചിമാർക്ക് തന്നെ പറയത്തില്ലേ എടി, ഏപ്രിൽ 28-ാം തീയതിയാണെന്ന് ഞാൻ തമിഴ്നാട് തേനി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കോഴിക്കോട് ലോഡ് കയറ്റി പോവുക. അന്നേരം പോയിട്ട് മെയ് 6-ാം തീയതിയാണ് വരുന്നത്. ഈ മാസം എനിക്ക് കുവൈറ്റിന് പോകണ്ട. ഒരു 4200 ശമ്പളം ഉണ്ട്. 4 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. കോഴിക്കോട് പോയിട്ട് 4 ദിവസം 4200 ശമ്പളം ഉണ്ട്. 3000 രൂപ അവരെ കൊടുക്കുന്നു. 1200 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുടി വെട്ടി ഷേവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് അച്ഛാ എനിക്ക് വെള്ളവടിയാണ്, ഒരു എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നുണ്ട്, ഇവരുടെ അനിയത്തിന് കൊടുത്തി. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞു. ശരി ഞാൻ പോകോളാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു 7 മണിയായപ്പോൾ വന്നത്. ബുധനാഴ്ച 7 മണിയായപ്പോൾ വന്നു. മുടി വെട്ടി ഷേവ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന്മാർ ഒരു കൂട്ടുകാരനുണ്ട്. എന്നിട്ട് പറഞ്ഞു എടാ ഞാൻ അടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. എടാ ഞാൻ മുടി വെട്ടിട്ടാണ് ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ പോയി അടിച്ചെന്നുള്ള സത്യമാണ്. അടിച്ചപ്പോഴത്തേനാണ് ഞങ്ങളുടെ അങ്കിള് വിളിക്കുന്നത്, എടാ പാസ്പോർട്ട് റെഡി ആക്കിയോ, ഈ മാസം 30-ാം തീയതി കുവൈറ്റിന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് തപ്പിയിട്ട് എൻ്റെ ലൈസൻസ് ഇല്ല, തിരിച്ചറിയൽ കാർഡില്ല, ആധാറില്ല. അപ്പോൾ ഞാൻ ഇവരെ വിളിക്കുന്നു, എൻ്റെ സാധനമൊക്കെ എന്ത് ചെയ്യാൻ ചോദിച്ചു. ചെക്കും പാസ്ബുക്ക് 2 ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഉണ്ട്, സർവീസ് സഹകരണ ചെക്കും ഉണ്ട്. അതെന്ത് ചോദിച്ചപ്പോൾ ഇവരാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ SLC ബുക്ക് എന്ത് ചെയ്യും? SLC ബുക്കും കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 6 മാസത്തെ കോഴ്സാണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? അതെനിക്കറിയത്തില്ല. ഇതെന്നാളും ഇവരുടെ ഉണ്ട്, അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഇവിടെ ജോലി ചെയ്യുന്നിടത്ത് പോയി ചീത്ത പറഞ്ഞാൽ സത്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മാസം 30-ാം തീയതി പോകേണ്ടതാണ്, അപ്പോൾ എൻ്റെ സാധനം തരണമെന്ന്. ഇവരെടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് ഭയങ്കര. അപ്പം ഞാൻ ഇവർക്ക് ഒരു ഓമിനി വാനുണ്ട്. നിങ്ങൾ മദ്യപിച്ചിട്ട് പോയി അവരെ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ. അതേ ഉള്ളൂ, അന്ന് അതേ ഉള്ളൂ സംഭവം. കാട്ടിൽ അത് അതായത് ഇവരുടെ അനിയത്തിയുടെ ഭർത്താവും ഇവളും ഉള്ളു, വേറെ നാട്ടുകാരൊന്നുമില്ല. എന്നിട്ട് ഇവരുടെ ഒരു 3 മണിയായപ്പോൾ ഇവരുടെ ഓമിനിക്ക് തന്നെ കയറി പുളിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പോക്കും, ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നേക്കാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ച ഓട്ടോറിക്ഷയ്ക്ക് ഡീസൽ തീർന്നു പോയി. അപ്പോൾ ഞാൻ പോയി ലിഫ്റ്റ് ചെയ്യുന്നുള്ള സത്യമാണ്. ലിഫ്റ്റ് ചെയ്ത് ആ വണ്ടി പുറത്ത് പോയി എനിക്കൊരു തട്ടി, എനിക്ക് ഫുസുമായിരുന്നു, താഴെ വീണു. ഞാനൊരു 3/4 മണിക്കൂർ ഒരു റോഡിൻ്റെ സൈഡിൽ കിടന്നു പോയതാണ്. പക്ഷേ ഇവൻ ഓർത്ത് ഞാൻ കയറിയെന്ന് ഓർത്ത്. കണ്ടില്ല, നിങ്ങൾ വീണത് കണ്ടില്ല. വണ്ടി തട്ടി പുറോട്ട് കുത്തിക്കയറ്റമായിരുന്നു, ഒന്ന് തട്ടിയെന്നുള്ള സത്യം. ഇവൻ കയറി, ഇവനും പൂസാരില്ലേ കൂട്ടുകാരന്. അങ്ങനെ ആ കിടപ്പവിടെ ഒരു 3/4 മണിക്കൂർ കിടന്നുപോയി. അത് ഇവർക്ക് നാണക്കേടാന്ന് പറഞ്ഞു. ബോധം നേരത്തെ പോയതാണോ വണ്ടി ഇടിച്ചപ്പോൾ പോയതാണോ? അത് പൂസുണ്ടായിരുന്നു. ഞാൻ വണ്ടി സംബന്ധമായി ഞാൻ 17 വർഷമല്ലേ വണ്ടി. അപ്പം അബദ്ധം പറ്റിയതല്ല.
ഞാൻ എന്നിട്ട് പിന്നെ വേറൊരു ഓട്ടോറിക്ഷക്കാരൻ എന്നെ വന്ന് വിളിച്ച് വീട്ടിൽ, അപ്പോൾ എനിക്കറിയാം കുടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വിഷയം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ ചീത്ത പറയുന്നത്, ഞാൻ വീട്ടിലേ പോയിട്ടില്ല അന്നത്തെ ദിവസം. പോയില്ല. അന്നത്തെ ദിവസം വീട്ടിൽ പോയില്ല. നേരെ ഒരു അയൽവക്കംകാരൻ്റെ ഒരു വീട്ടിൽ പോയിരുന്നു, ടി വി കണ്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഒരു 7 മണിയായി, 7:15 തിരിച്ച് വന്നപ്പം 2 കഥ, അടുക്കള കഥം തുറന്നിട്ടുണ്ട്, ഫ്രണ്ട് കഥം തുറന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് അച്ഛൻ്റെ ഒക്കെ അടുത്ത് പപ്പാടെ ഒക്കെ അടുത്ത് പോയിട്ടുണ്ടെന്ന് ഓർത്തത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. ഒരു 6-7 ആടുമുണ്ട്. അപ്പം എനിക്ക് ആടിൻ്റെ കേസ് മറന്നുപോയി. അന്നേരം ഇവരുടെ തറവാട്ട്, അതായത് മഞ്ജുവിൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഇവർ അവിടെ ഇല്ല. അവരുടെ അമ്മ ഒത്തിരി എന്നെ തെറി പറഞ്ഞു, അവർ ഒത്തിരി ചീത്ത പറഞ്ഞു. ഞാൻ കേട്ടൊന്നുമില്ല. അവർ അനിയത്തി എനിക്ക് ചോറ് കഴിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെയാണ്, അപ്പം ഇനി പൂസമുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ ഒരു ആട്ടുംകുഞ്ഞില്ല. പ്രസവിച്ചിട്ടുണ്ട് 15 ദിവസമേ ഉള്ളൂ. ഒരു ആട്ടുംകുഞ്ഞില്ല. ഒരു വർത്താനം പറഞ്ഞ തത്തയുണ്ട്, അതുമില്ല. അലമാരി തുറന്ന തുണിയുണ്ട്, അതുമില്ല. തുണി എല്ലാം കൊണ്ടുപോയി. അങ്ങനെയാണ് ഇവർ അനീത്തിൻ്റെ ഭർത്താവാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് മൊത്തം അനീത്തിൻ്റെ ഭർത്താവും. അന്ന് ഓട്ടോറിക്ഷക്കാരൻ യവൻ വന്നോ അവന്മാരല്ലാതെ ആരും കൊണ്ടുപോയിട്ടില്ല ഇത്രയും സാധനം. പിന്നെ അന്നേരം ഇവിടെ ചേർത്തിയുടെ ഭർത്താവിനെ, പുള്ളി ഒരു നല്ല സത്യസന്ധമുള്ളൊരു മനുഷ്യനാണ്, മാരിദാസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നു, ചേട്ടാ ഇന്നലെ മഞ്ജുവും കൊച്ചും വന്നിട്ടുണ്ടോ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇവിടെ ഒരു ആട്ടുംകുഞ്ഞിനെയും ഒരു തത്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ ചെന്നു. ഇവർ നിൽക്കുന്നിടത്ത് നിന്നു. ചെന്ന് കഴിഞ്ഞത്തിന് ഒരു ചേർത്തി ഇവിടെ നിന്ന് ചേരാൻ വല്ലയിടത്ത് പോയി ചേർന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗ് അടിച്ചു. ഞാൻ കേൾക്കാൻ പോയില്ല. ഇപ്പം വന്നിരിക്കുന്ന ഒരു മൂത്ത ചേർത്തി പറഞ്ഞു, എടാ കൊച്ചെ നീ ആട്ടുകുഞ്ഞേയും കൊണ്ട് പൊക്കോ, ഞാൻ 3 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം സ്കൂൾ അവധിയല്ലേ, 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നേരം ഈ ഓട്ടോറിക്ഷയിൽ ഈ ആട്ടുകുഞ്ഞിനെയും കയറ്റി ഞാൻ വീട്ടിലോട്ട് വന്നു. 4-ാമത്തെ ദിവസം തള്ളയും ഈ മഞ്ജുവിൻ്റെ അമ്മയും എൻ്റെ കൊച്ചും മഞ്ജുവും കൂടെ മദ്രാസ് പോകുന്നു. പോയിട്ടാണ് സംഘത്തിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടത്. മഞ്ജു ഒളിച്ചു പോകുന്നു, മൊത്തം ഫ്ലാഷായി. ആരെയും കൊണ്ടാണ് പോകാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഫ്ലാഷായി. മഞ്ജു ഒളിച്ചു പോയി, സംഘക്കാരുടെ പൈസ പോയെന്ന് പറഞ്ഞു. ഇവർ സംഘക്കാർ കൊണ്ട് കേസൊക്കെ കൊടുത്ത് എന്നെ വിളിപ്പിച്ച് എന്നെ സംബന്ധമായിട്ട് ഈ പ്രശ്നത്തിൽ എന്നെ സംബന്ധമായിട്ട് ഞാൻ അവിടെ എല്ലാം ചെല്ലുകയും ചെയ്യും. ഇവർ വരത്തില്ല. ഇവരുടെ മനസ്സിൽ തെറ്റുള്ള കാരണം കൊണ്ട് ഇവർ ചെല്ലുകയില്ല. അത് കുടുംബശ്രീ ആണെങ്കിലും കൊള്ളാം, ADS-ലാണല്ലോ PDS-ലാണോ കൊള്ളാം, ഇവർ വാക്ക് പറയുന്നിടത്ത് ചെല്ലുകയല്ല. ഇവർ പോവുക. ആദ്യം ആ തള്ള ശരിയല്ല മേഡം, അവരാണ് ഇതെൻ്റെ ജീവിതത്തിൽ മൊത്തം കളിക്കുന്ന മൊത്തം അവരാണ്. ഇപ്പോൾ 6 പെൺമക്കളിൽ 5 എണ്ണം കെട്ടിയന്മാരും പിള്ളേരെയും കുടുംബമെന്ന് പറഞ്ഞ് അവർ ജീവിക്കുക. തള്ള ഇപ്പോൾ ഇവിടെ കയറി പിടിച്ചേക്കുക. തള്ളയ്ക്ക് ഒരാളെ നോക്കാൻ വേണമല്ലോ, അതിന് കയറി പിടിച്ചേക്കുക. ശരി, അങ്ങനെയെങ്കിൽ ജോലിക്കും പോകുന്നുണ്ട്, വരുമാനമാവും. അല്ല, ഇവിടുത്തെ റിപ്പോർട്ട് തന്നെ വന്ന് നോക്കി. ഞാൻ ഒരു കുടികാരനും ഒരു അലമ്പനാണ്, ഞാൻ അതുപോലെ വളരെയല്ല. ഇവിടുത്തെ വന്ന് അവിടെ നിന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്താൽ എൻ്റെ വീടും പരിസരവും എല്ലാം വന്ന് കണ്ട. ഞാനിപ്പോൾ ഒരു 5-6 ആടിനെ നോക്കി ഉള്ള പണിയും നോക്കി ജീവിക്കുക. പിന്നെ 2006 ഇതുപോലെ മദ്രാസ് പോയി. ഞാൻ പിന്നെ ഇവിടെ തിരക്കി അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു അഡ്രസ്സും മേടിച്ച് അവിടെ ചെന്ന് ഒരു 10-15 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ഇവർ വരുന്ന ലക്ഷണവും ഇല്ല. ശരി, എങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ചേട്ടത്തിന് മദ്രാസിലൊക്കെ അടിച്ചു വിട്ടുന്നത്. അവിടെ ചെന്നിട്ട് എൻ്റെ പണി തന്നെയായിരുന്നു ശവക്കുഴി കുത്തിച്ച. ആർണി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ സാരമില്ല, നമ്മൾ അതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു പണിയായിരുന്നു. അവനവൻ്റെ ജാതകത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തല്ലേ പറ്റൂ. എന്നിട്ട് അവിടെ നിന്ന് 11 മാസം 1.5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാരോട്ടും നല്ല കൂട്ടായി. ഇവരുടെ ചേച്ചിമാരെല്ലാം എനിക്ക് അതുപോലെ ആൾ സപ്പോർട്ടായി അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അവരുടെ ചേട്ടത്തിൻ്റെ ഭർത്താവും ചേട്ടത്തിയും കൂടെ ഇവിടെ അടിച്ചു കുടിക്കുക. ഈ മഞ്ജുവിനെ എന്തോ പറ്റി ഇവരുടെ അവർ നമ്മൾ ഗുണം അടിച്ച് ഈ കൊച്ചുറാണി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഭർത്താവ് ഈ മഞ്ജുവിനെ അടിച്ചു കുടിക്കുമായിരുന്നു.
ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല. ഇതൊക്കെ ചെയ്ത് അനുഭവിച്ച് പഠിച്ചാലേ പഠിക്കണമെന്ന് ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല. എന്തിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത്? ഏതോ കാര്യം പറഞ്ഞ് അടിച്ചു ഓടിക്കുമായിരുന്നു. എന്നിട്ട് ആ ടീം ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അവരുടെ ചേടുത്തി, ഈ റാണി എന്ന് പറഞ്ഞാൽ അവരുടെ ചേടുത്തിയൊക്കെ വന്ന ഗുണ്ടായുസം കാണിച്ചിട്ട് സംഘക്കാരുടെ മുന്നിൽ ചെരുപ്പൂരിത്തല്ലാണ്ട് വന്നു. ആര്? ഈ കൊച്ചുറാണി, മഞ്ജുവിൻ്റെ അനീത്തി, മഞ്ജുവിൻ്റെ അനീത്തിയുടെ ഭർത്താവ്, 14 പേരുണ്ട്. 14 പേര് കണ്ടുകൊണ്ടിരിക്കും ഇതുപോലെ ലൈവായിട്ട് സംഘത്തിൽ കയറിയിട്ട്. ആരാ അടിക്കാൻ വന്ന? ആരാ? ഈ മഞ്ജു രവികുമാറിനെ അടിക്കാൻ വരുന്നു. മഞ്ജുവിൻ്റെ ചേടുത്തി കൊച്ചുറാണി മദ്രാസുകാരി, പിന്നെ മഞ്ജുവിൻ്റെ അനീത്തി സോബി, സുരേഷ് ഒരു ജീപ്പിന് വന്നിട്ട് സംഘക്കാരുടെ പൈസയ്ക്ക് തീരുമാനം വേണ്ടേ. അപ്പം അന്നേരം പറയുന്നത് ഈ 3 ലക്ഷം രൂപ ലോണുണ്ട്. ഇപ്പോഴും പറയുന്നത് 3 ലക്ഷം രൂപ. സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് നോക്കിയപ്പം 1,30,000 രൂപ കൊണ്ട് അടയ്ക്കാനുണ്ട്. ഞാൻ ഇവർ പോയി കഴിഞ്ഞ് 10,000 രൂപ കൊണ്ട് ഞാൻ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. 5,000 രൂപ മാസം വെച്ച് ഇവർ പോയി കഴിഞ്ഞ് 10,000 രൂപ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഞാൻ പറയാം കുറച്ച് ഞാൻ തരാമെന്ന് പറഞ്ഞു. മേടിച്ചല്ലേ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് തന്നെ ഈ സംഘത്തിൽ ഞാൻ പരാതിയും കൊടുത്തു. അതിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. 2009 ഞാൻ അറിയാതെ 1 രൂപ പോലും മഞ്ജുവിന് ലോണോ പൈസയായിട്ടോ കൊടുക്കരുത് ഞാൻ പരാതിയും കൊടുത്തിട്ടുള്ള അതിൻ്റെ കോപ്പി എൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ ഞാൻ അറിയാതെ ഒരു കാരണവശാലും TC കൊടുക്കരുന്നു. TCക്ക് വേണ്ടി ചെന്നിട്ട് കൊടുത്തില്ല. അതിനുവേണ്ടി 2 കേസ് കോടതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി കൊടുക്കാം. ഈ മഞ്ജുവിനെ കൊച്ചിനെ ആര് സംരക്ഷിക്കുന്ന അവർ ഉത്തരവാദിത്തമായിട്ട് പറയട്ടെ, ഞാൻ TCയും കൊടുത്തില്ല. ഒരു വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊച്ചിനെ ചേർത്തോ? ചേർത്ത്. എവിടെ അത്? ഇത് കുമ്മളി 1-ാം വീട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹൈസ്കൂൾ ആയോ കുട്ടി? അത് ഇപ്പം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 6-ാം ക്ലാസ്സിൽ? 5-ന്ന് 6-ലോട്ട് ജയിച്ചോളൂ. ഇപ്പം രവികുമാറിന്റെ ആവശ്യം ശരിക്കും എന്താ? ഇനി ഞാൻ പറഞ്ഞ എനിക്ക് ഓടി നടന്ന് വേറെ ഒരു ഇപ്പോഴും പറയാം, ഞാൻ ഒരു മോഷ്ടാവോ അല്ലെങ്കിൽ ഒരു പെണ്ണ് അങ്ങനെ ഒരു ഇതാണെങ്കിൽ പറയട്ടെ, ഞാൻ മദ്യപിക്കുന്നു പറഞ്ഞാൽ ഈ ഒറ്റ കാരണം കൊണ്ടുവരും. അതല്ല വേറെ എൻ്റെ ഭാഗത്ത് ഒരു വാഴ്ചയും വരുന്നില്ല. പക്ഷെ മദ്യപിക്കുമ്പോൾ ഉപദ്രവിക്കൂല രവികുമാർ? ഒന്ന് ആലോചിച്ച് നോക്കാം. അതിനൊരു പരിഹാരം കണ്ടുകൂടെ? ഇപ്പം അവരെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, കുടുംബമായിട്ട് വീണ്ടും ആ മോളും ഒത്തും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഒരു ചികിത്സയോ കാര്യങ്ങളോ നമ്മുടെ സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യും. അത് ചെയ്തുകൂടെ? കാരണം നിങ്ങൾ ആ സമയത്ത് കുറച്ച് കൂടുതൽ വയലൻ്റ് ആവുമായിരിക്കും. ചെറിയ ദേഷ്യം പോലും വളരെ ശക്തമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ അതിലവർക്ക് ഭയവും നിരാശയും വിഷമവും ഒക്കെ വന്നതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു കൂടുതലും. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഞാനിപ്പം കുടിക്കലെന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ സമയത്ത് ദേഷ്യം വരുന്നു എന്നൊക്കെ? ഞാൻ അങ്ങനെ ഒരു കുടികാരനൊന്നുമില്ല. അങ്ങനത്തെ കുടിക്കാർ ഡെയിലി എനിക്ക് മദ്യമില്ല ജീവിക്കാൻ അങ്ങനെ. ഞാനിപ്പം ഒരു എസ്റ്റേറ്റ് വണ്ടി ഓടിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ മദ്യമില്ല. എനിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന ഒരു കാര്യം, വണ്ടി ഓടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബോധാവസ്ഥയിലായ ജോലി തുടരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഓടിക്കുന്ന നെസ്റ്റ് ഗ്രൂപ്പ്, എറണാകുളത്ത് കാക്കനാടിലെ നെസ്റ്റ് കമ്പനി ഇല്ലേ, നെസ്റ്റ് എന്ന് പറയാം, അവരുടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. അവരുടെ വണ്ടി ഓടിക്കുന്നത് അല്ല, വണ്ടി ഓടിക്കുമ്പോഴല്ല, വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ ദേഷ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വെച്ചിട്ട് അത് ഉപദ്രവമായിട്ടും ദേഹോപദ്രവമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പേടി തോന്നത്തില്ലേ അവർക്ക്? അത് ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും മേഡം? നിങ്ങളെ ഉപദ്രവിക്കും അവർ? അത് കാരണം കൊണ്ടല്ലേ ഇപ്പം അങ്ങോട്ട് ഉപദ്രവിക്കുന്ന അവർ പറയുന്നത്. ഇപ്പം ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇവർക്ക് ഉപദ്രവിച്ചാൽ പീഡനമെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുത്താൽ പോലീസ് വരിക, അടിച്ച് കൊണ്ടുപോവുക, അങ്ങനെ. ഇപ്പം ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് വേണമെങ്കിൽ അന്നേരം ഫോൺ ചെയ്യുക, ഒരു വണ്ടി ആൾ വരിക, ഇവരെ ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം വരിക, അവർക്ക് പറ്റുന്ന പോലെ അടിക്കുക, കൊടുക്കുക, അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കൊച്ചിന് പിന്നെ രവികുമാറിനോട് സ്നേഹമാണോ? ഇപ്പം ക്ലാസ് എടുത്താണെങ്കിൽ കൊണ്ട് അറിയാൻ പറ്റത്തില്ലായിരിക്കും. എന്നാന്ന് ചോദിച്ചാൽ 12 വർഷം 13 വർഷമായിട്ട് 1 വർഷം വീട്ടിൽ നിൽക്കും, ബാക്കിയെല്ലാം ഇങ്ങനെ ഇങ്ങനെ കങ്കാരനെ കൊണ്ട് നടക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരുമിച്ച് യോജിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി അതായത് ഇവരുടെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഈ മഞ്ജുവിന് കറക്റ്റായിട്ട് അറിയാം മഞ്ജുവിൻ്റെ ചരിത്രം അറിയാം. അതേ അവസ്ഥ വരല്ലേ എൻ്റെ കൊച്ച് ഒരു 2-ാം തന്ത്ര കീഴിൽ വളരലും വേറെ ഒരു വീട്ടിൽ ഇപ്പോൾ നിൽക്കലെന്നുള്ള ഒറ്റ കാരണത്തല്ല ഞാൻ ഇവിടെ വന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇതും മടക്കി ഞാൻ പോവുകയും ചെയ്തത്. അങ്ങനെ വരല്ലേ എന്നോർത്ത് മാത്രമേ ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ മഞ്ജു എവിടെ താമസിക്കുന്നത്?
ഇപ്പം ചേട്ടത്തിയുടെ കൂടെയാണെന്നാണ് പറഞ്ഞത്. ചേട്ടത്തിയുടെ കൂടെ അല്ല, ചേട്ടത്തിയുടെ മകൻ പെണ്ണ് കെട്ടിയത് മദ്രാസിൽ നിന്നാണ് കെട്ടിയത്. ആ കല്യാണത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവൻ്റെ കെട്ടിയോള് 3 പിള്ളേരായിട്ട് പിണങ്ങി പോയിട്ട് 3 വർഷമായി. അവനെ നോക്കി അവൻ്റെ പെരയെ നോക്കി മഞ്ജു അവിടെ നിൽക്കുന്നത്. ചേട്ടത്തി അവിടെ ഉണ്ടോ? ചേട്ടത്തി കെട്ടിയവൻ്റെ കൂടെയാണ്. അത് വേറെ വീട്ടില്ല. ആ, അപ്പം അവൻ്റെ കൂടെ ബൈക്ക് ചുറ്റുക, പോലീസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, വക്കീലിനെ കാണുമെന്ന് പറയുമ്പം എൻ്റെ കൂട്ടുകാർ, അതായത് എനിക്ക് 100-ലധികം പേര് ശിഷ്യന്മാരുണ്ട് എനിക്ക്. അപ്പോൾ അവരെല്ലാം എന്നെ വിളിച്ച് പറയുന്നത്, എടാ വിജേഷ് ചേട്ടായി, എൻ്റെ വിജേഷ് ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള അതെ, 100-ലധികം ശിഷ്യന്മാരെ എനിക്കുള്ളത്. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തുള്ള. അപ്പോൾ അവർ പറഞ്ഞ, ചേട്ടായി മഞ്ജു ചേച്ചി ഒരാളുടെ ബൈക്കിൽ പോകുന്നത് കണ്ടില്ലോ, ഇങ്ങനെ പറയുമോ. അപ്പം ശരി രവികുമാർ, പക്ഷേ അന്നേരം എനിക്കറിയാം, എനിക്ക് ആരുടെ ബൈക്കിലാണെന്ന് പോകുന്നത് ഇമ്മാർക്ക് അറിയത്തില്ലല്ലോ, ചേട്ടത്തിൻ്റെ മോനാണെന്നുള്ള അറിയത്തില്ല. ബന്ധം അറിയാതെ ആൾക്കാർക്ക് പറയാം. പക്ഷെ ഒരേ രക്തം അവരുടെ മകന്റെ സ്ഥാനമാണ്. പറയണ്ട നമുക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, എന്നാൽ പിന്നെ ഈ മഞ്ജുവിനും മഞ്ജുവിൻ്റെ ചേട്ടത്തിക്കും ഈ 6 പെമ്മക്കൾക്കും ഇവൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിപ്പിച്ചാൽ എന്നാ കുഴപ്പം? അത് ശരിയാണോ? ഇവൻ്റെ 3 കുഞ്ഞുങ്ങളെ ഇവൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ച് ജീവിപ്പിക്കത്തില്ലേ? അല്ല, എൻ്റെ ഭാര്യയും കൊച്ചിനെ മാത്രം ഇവനെ സംരക്ഷിക്കാനാണോ ഞാൻ പെണ്ണ് കെട്ടിയത്? എത്ര വയസ്സുള്ള പയ്യനവൻ? അവന് 10, 27, 28 വയസ്സുണ്ട്. 28, 30, 29 വയസ്സുണ്ട്. എന്നാൽ പിന്നെ അവൻ്റെ പെണ്ണും പിള്ളേയും പിള്ളേരെയും വിളിച്ചു വരുത്തി ജീവിപ്പിക്കത്തില്ലേ? എൻ്റെ ഭാര്യയും കൊച്ചിനെയും അല്ല അവിടെ പിടിച്ച് നിർത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ രവികുമാർ, അതൊക്കെ ഇവർ പറയാൻ പോകുന്ന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മദ്യപിച്ചിട്ട് വന്ന് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുമെന്നായിരിക്കും പറയുന്നത്. നമുക്ക് സംസാരിച്ച് നോക്കാം അവരോട്. പക്ഷേ കുറച്ച് സംസാരിച്ച് ഒരുവിധം യോജിച്ച് അങ്ങ് പോകുന്നതാണോ നല്ലത്? അതാണോ തീരുമാനം? ആ കുഞ്ഞിൻ്റെ ഒരു സേഫ്റ്റി നിങ്ങൾ ഈ പറയുന്നത് പോലെ അത് അങ്ങനെ ആവരുത്. ആ കുഞ്ഞ് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ വളരരുത് എന്നുള്ളതുകൊണ്ടേ. 6 പെണ്ണുങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ല ഇവരുടെ ആരുടെയും വീട്ടിൽ. അത് മടത്തിക്കൊണ്ടുപോയി നിർത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാവത്തില്ല. ഞാൻ എൻ്റെ കൂടെ വളർത്തുന്ന നല്ല VIP സ്റ്റൈലിൽ തന്നെ ഞാൻ വളർത്തിയിട്ടുള്ളൂ ഇതുവരെ. അല്ല, ഇവിടുന്ന് പോയ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു വീടാണ് വെച്ചേക്കുന്നത്, നല്ല അന്തസ്സായിട്ടുള്ള രീതിയിൽ തന്നെയാണ് താമസിക്കുന്നത്, ആ കുട്ടിയെ നല്ല രീതിയിലാണ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നതെന്നൊക്കെ നിങ്ങളുടെ പരിസരവാസികളൊക്കെ പറഞ്ഞതായിട്ട് പറഞ്ഞു. പിന്നെ അതേ സ്ഥാനത്ത് തന്നെ മറിച്ച് പറയുന്ന ആളുകളും കാണുമല്ലോ. നിങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു, പിന്നെ ഭയങ്കര ഒച്ച കേൾക്കുക, ആ വീട്ടിൽ നിന്ന് എപ്പോഴും മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ അവിടെ പോലീസിൽ എല്ലാം ശല്യം ആണെന്നൊക്കെ പറഞ്ഞിട്ട്? അതായത് അത് എനിക്കറിയത്തില്ല, അത് ചിലപ്പം എനിക്കറിയത്തില്ല. പക്ഷേ അയൽവക്കക്കാരെ മദ്യപിച്ച് ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല കേസും കൊടുത്തിട്ടുണ്ട്. അയൽവക്കക്കാരൻ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അംഗൻവാടി നടത്തുന്നതിൻ്റെ പുറകിൽ അശ്ലീല രീതിയിൽ പെണ്ണ് പരിപാടി നടത്തിക്കുന്നത് അത് ഞങ്ങൾ എതിർക്കും. അത് ഇനി എന്ത് പരിപാടി, അത് നീ മാസ് പെറ്റീഷൻ കൊടുത്തല്ല, നീ തൂക്കാമെന്ന് പറഞ്ഞാൽ അത് എതിർക്കും. ഓ, അങ്ങനെ മോശപ്പെട്ട കാര്യം നടക്കും. അത് ചെയ്തേക്കുന്നത് മഞ്ജുവിൻ്റെ ഏകപ്പെട്ട കൂട്ടുകാരിയാണ് ചെയ്തേക്കുന്നത്. അവൻ ആ പുള്ളിക്കാരിയുടെ ഭർത്താവ് ആണ് ഇതുപോലെ ഒരു അംഗൻവാടിയുടെ പുറകിൽ പെൺവാണിഭം നടത്തി അയൽക്കൂട്ടക്കാരെല്ലാം പിടിച്ചതാണ്. അത് ഞാൻ പേര് പറയുന്നില്ല, അതേക്കുറിച്ച് ചെകയുണ്ട. ഞാൻ ആ കുടുംബം കൂടെ ഇല്ലാതെ പോകും. അത് കാരണം അങ്ങനെ ഒരു പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ പ്രതികരിച്ചു. എന്നെ തകർക്കും എന്നുള്ള ഇന്നും ഇപ്പോഴും. എന്നിട്ട് എൻ്റെ അയൽവക്കക്കാരോട് ആ കൊച്ചിനോട് വന്ന് പറഞ്ഞേക്കുക, ഫോൺ കോളുമായിട്ട് ബന്ധപ്പെട്ട വിജേഷിനെതിരായിട്ട് ഞാൻ പറയുകയാണെന്ന്. വിജേഷ് ഒരു പേരുണ്ട് അവിടെ, എന്നെ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ, വിജേഷ് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പം എനിക്കെതിരായിട്ടാ പറയുള്ളൂ. ആ, അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചെയ്താണ് അംഗീകരിക്കും. പിന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ട് സണ്ണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി 24 hours പൂസാണ്. പുള്ളി ഒച്ച വെച്ചാലും ഞാനാന്ന് പറയുന്നത്. അതെ, അത് നീ എങ്ങനെ നീ അത് വീഡിയോ പിടിച്ച് നെറ്റ് വല്ലതും കയറ്റി വിട്ടാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. നീ ഇപ്പം അതും കൂടി ചെയ്ത അല്ല ഞാനാന്നാ പറയുന്നത്. താഴെയുള്ളതെല്ലാം പറഞ്ഞാൽ അവൻ പൂസായിട്ട് ഒച്ച വെക്കുന്നതെന്ന് പറയുന്നത്. അത് എല്ലാ നാട്ടുകാരും അങ്ങനെ വിചാരിച്ചേക്കണം. പക്ഷെ ആരും കയറി വന്ന് നോക്കാനോ അതിയാനോട് പ്രതികരിക്കാനോ ഇന്ന് വരെ എൻ്റെ നാട്ടുകാർ ആയിട്ടില്ല. വേറെയൊക്കെ പറയാനാണെങ്കിൽ എല്ലാവരും തലക്ക് നിൽക്കും. അല്ല, സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ അത് ഒരുപാട് കാലം നിലനിൽക്കില്ല രവികുമാർ, കേട്ടോ. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് ചികിത്സിച്ച് ഇതിപ്പം മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ കൂടുതൽ കുടിക്കണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് ചികിത്സയുണ്ട്. അതിന് വിജേഷ് ഒന്ന് ട്രൈ ചെയ്തൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്കത് കുടുംബത്തിൻ്റെ ഒരു സേഫ്റ്റി, ഇവർ പറഞ്ഞത് സ്ഥിരമായിട്ടുള്ള ഈ ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടി ആവുമല്ലോ. ഇവർ പറയാൻ പോകുന്നത് നമുക്ക് നേരത്തെ അറിയാം. സ്ഥിരമായിട്ട് വന്ന് മദ്യപിക്കുക, അനാവശ്യം പറയുന്നു, ഉപദ്രവിക്കുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചീത്ത പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നതെന്ന് അവർക്ക് പറയാം അല്ലേ. അപ്പം അത് മാറ്റിയെടുക്കാം, ഞാൻ തയ്യാറാണ്. കൂടെ വന്നവർ താമസിക്കട്ടെ, കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് മാറ്റി ഈ ഒരു ഇനി അങ്ങോട്ട് ഹൈസ്കൂളൊക്കെ ആയി കഴിയുമ്പോൾ ആ കൊച്ചിനെ ഇവിടെ അവിടെയൊക്കെ മാറ്റി മാറ്റി പഠിപ്പിക്കുന്നത് എന്തൊരു മോശമാണെന്നറിയാവോ. അത് എൻ്റെ ഭാവി ഇല്ലാതായി പോവും. നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ല, പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പം ആ കുട്ടി എത്ര പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മഞ്ജു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നത്? വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിവില്ല. അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഞാൻ കാണിക്കുന്നതാണല്ലോ എൻ്റെ കൊച്ചു പഠിക്കുന്നുള്ള ഈ ചിന്തയില്ല. അവർ കമ്പ്യൂട്ടറൊക്കെ പാസ്സായതല്ലേ, അവർക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ നിന്ന് മാറ്റി 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 ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇനി അങ്ങോട്ട് 7th 8th ഒക്കെ ആവുന്നു എന്ന് പറയുന്നത് കഴിയുമ്പോൾ ഹൈസ്കൂളിലോട്ട് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സംഗതിയല്ലേ. അത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ശരിയാവും. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഭാരിച്ച വേറെ കാര്യങ്ങളൊന്നും കുടുംബത്തിലില്ല. അവർ ജോലിക്ക് പോകാത്ത സ്ഥിതിക്ക് ആ കുട്ടിയെ വീട്ടിൽ നിന്ന് നോക്കി വളർത്തിയാൽ പോരെ. വേറൊരു സ്ഥലത്ത് ഹോസ്റ്റലിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ. അത് വേണ്ട. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം. അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. രവികുമാറിൻ്റെ വീട്ടിൽ എന്താ അഭിപ്രായം? അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അഭിപ്രായം എന്താ? അച്ഛൻ്റെ അമ്മ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതോടെ നിർത്തിപ്പൊക്കോണം. അതായത് ഇനി വന്നാൽ ഒരു അലമ്പും വഴക്കും ഇല്ലാതെ നീ നിൻ്റെ ഭാര്യ, ഞങ്ങളെ നോക്കണ്ട, നീ നിൻ്റെ ഭാര്യയും കൊച്ചും നല്ലതായിട്ട് പോട്ടെ. ഞങ്ങളിനി ജീവിച്ചത്രയും കാലം ജീവിക്കുകയില്ല. പിന്നെ ഇത് നീ നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, അല്ലാത്ത അനാവശ്യ കാര്യങ്ങൾ അവർ ഇടപെടാറില്ല. ഇല്ല, അവർക്ക് സമയമില്ല. എന്നാ ചോദിച്ചാൽ 8-10 വയസ്സുണ്ട്. അല്ലെങ്കിൽ എടി നീ പോയി പുല്ലിയെ തേടി വെള്ളം കുറയുന്ന ഇന്നുവരെ പറഞ്ഞില്ല. അവർക്ക് പറ്റുന്ന പോലെ അവർ നോക്കി പോവുക. അതും എൻ്റെ തന്തയും തള്ളയും കൂടെ നോക്കി പോയിട്ട് ഇത്ര ഫയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവള് പറഞ്ഞത് എന്ത് ഞാൻ അംഗീകരിച്ചായിരുന്നു? എൻ്റെ തന്തയും തള്ളയും പോയി തിരിഞ്ഞു നോക്കത്തല്ല ഇവള് പറഞ്ഞാൽ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കുകയില്ല. ഈ അനിയൻ കല്യാണം കഴിഞ്ഞ് വേറെ താമസമായോ? അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. തന്തയും തള്ളയും നോക്കത്തില്ല. വേറെ താമസിക്കുക. അവൻ തിരിഞ്ഞു നോക്കി ചെലവിന് കൊടുക്കണ്ടേ? അത് നോക്കത്തില്ല. രവികുമാരത്തെങ്കിലൊക്കെ സഹായിക്കുന്നുണ്ടോ അച്ഛനെയും അമ്മയൊക്കെ? എന്നെ കൊണ്ട് പറ്റുന്നവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവരവരുടെ രീതിക്ക് ജീവിക്കാനുള്ള അധ്വാനം അവരിപ്പോഴും നടത്തുന്നുണ്ട്. ഉണ്ട്. അവർ വീടുണ്ട് സ്വന്തം. ഞങ്ങളെ കൊണ്ട് അവർക്ക് ശല്യമല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ താമസിക്കുന്ന സ്വന്തം വീടല്ലേ? എത്ര സെന്റ് ഉണ്ട്? മൊത്തം 20 സെന്റ് സ്ഥലമുണ്ട്. അനിയന് പകുതി കൊടുത്തിട്ടൊന്നുമില്ല, വീതം ഒന്നും തിരിച്ചിട്ടൊന്നുമില്ല. ഇല്ല. അതിൽ 3 സെന്റ് സ്ഥലം അന്ന് എനിക്കൊരു ലോൺ പെര കിട്ടിയതിന് 3 സെന്റ് ഇഷ്ടദാനമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ബാക്കി 17 സെന്റ് അവിടെ ഉണ്ട്. അതിപ്പം പുള്ളിക്കാരി പറയുന്നത് കൊച്ചിൻ്റെ പേറ്റിൽ ഞാനിപ്പോൾ രജിസ്റ്റർ ആക്കി കൊടുക്കണമെന്ന്. ഒരു കൊച്ചേ ഉള്ളൂ. അതൊന്നും എങ്ങനെയാണ് മേഡം അത് കൊടുക്കുന്നത്? കൊച്ചിൻ്റെ പേറ്റിൽ എഴുതി വെച്ചാൽ ഇവിടെ അവിടെ പോവാ? അല്ല, അത് നമുക്ക് സംസാരിക്കാം. ഇവർ ഒന്നിച്ച് യോജിച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വത്തുക്കളും ആ കുഞ്ഞിന് മാത്രമല്ലേ ഉള്ളൂ. അതിനിപ്പോൾ അതിന് വിശ്വാസക്കുറവിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നായിരുന്നോ? ഒരു 5 പവൻ്റെ സ്വർണ്ണം തന്നിട്ടുണ്ട്, 15,000 രൂപ തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു 20 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ പോയിട്ട് പോലില്ല. ഞാൻ അതിൻ്റെ അത് പിന്നെ 20 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അത് അതായത് ഇവരുടെ 6 പെൺമക്കളാണല്ലോ. അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രേഖാമൂലം ഒരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഇവരുടെ അമ്മ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. ഞങ്ങൾ ഇതുവരെ ആരും മാറിയിട്ട് എഴുതി മേടിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല, പേറ്റിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പം ബാക്കി 5 പേരുടെയും പേറ്റിൽ സ്ഥലമായി, ഇവളുടെ പേറ്റിലായിട്ടില്ല. 5 പേരുടെ പേറ്റിലായിട്ടുണ്ട് പട്ടയം. എനിക്ക് തോന്നുന്നു അമ്മ താമസിക്കുന്ന ആ വീടും സ്ഥലവും ആയിരിക്കുമോ ചിലപ്പോൾ? അതല്ല, ചക്കുവളത്ത അവിടെ ഉണ്ട്. കാണുമായിരിക്കും, കൊടുക്കാതിരിക്കില്ലല്ലോ. എല്ലാവർക്കും കൊടുത്ത പോലെ അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിയും സാമർഥ്യമൊക്കെ ഇവർക്കും കാണുമല്ലോ. അതെ. നമുക്ക് മഞ്ജുനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാം. ആര് വന്നിട്ടുണ്ട്? രവികുമാറിൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്? അത് എൻ്റെ കൂടെ അച്ഛനും അടുത്ത ജിജോ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട്, കൂട്ടുകാരനുണ്ട്. ശരി, ആദ്യം നമുക്ക് മഞ്ജുനെ വിളിച്ച് നോക്കാം.